നമ്മുടെ പുതിയ തലമുറയെ കുടിപ്പിച്ച് കിടത്താനല്ലേ പ്രധാനമായും. ആ തലച്ചോറിനെ തളർത്തുമ്പോൾ അവർക്ക് പ്രതികരിക്കാനുള്ള കഴിവില്ലാതായി പോകും. അദ്ദേഹം വീട്ടിലിരുന്നത് ഇത്തരം ആളുകളെ ഫോണിലൂടെ ബന്ധപ്പെടാനും നേരിട്ട് കാണാനും അവരെ കണ്ട് ഡീൽ ഉറപ്പിക്കാനുമായിരുന്നു. വാസ്തവത്തിൽ നടക്കുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ചില കൂട്ടുകെട്ടിൻ്റെയും ചില സഹായത്തിൻ്റെയൊക്കെ ഭാഗമായി ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പ്രിയ സതീശൻ യഥാർത്ഥത്തിൽ വലിയ നിലയിലേക്കുള്ളൊരു ഇടപെടൽ നമ്മൾ ആരും അറിയാതെ ഈ കലക്കുള്ളത്തിൽ മീൻ പിടിക്കുക, ഇതിനിടയിലൊന്നും അറിയാതിരിക്കുമ്പോൾ ഇതെല്ലാം കൈക്കലാക്കുക എന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത് ഞാൻ പറയാനുള്ള കാര്യം, നമ്മൾ നോക്കൂ, ഈ മദ്യനയത്തിൽ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ വീര്യം കുറഞ്ഞ മദ്യത്തിന് അതിൻ്റെ ടാക്സ് കുറയ്ക്കുമ്പോൾ, നികുതി കുറയ്ക്കുമ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട ലാഭം ആർക്കാണ് ഉണ്ടാകുന്നത്? ആ ലാഭം ഉണ്ടാകുന്നത് തീർച്ചയായും അത് ഈ പറഞ്ഞ ചില കുത്തക മുതലാളിമാരുടെ കൈകളിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മളിതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം നമ്മുടെ കേരളത്തിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അതിൻ്റെ തുകയിലുണ്ടാവുന്ന കുറവ് സ്വാഭാവികമായും ഇന്ന് ലഭിക്കുന്ന ഈ സുലഭമായി ലഭിക്കുന്നതിലേക്ക് മദ്യത്തിൻ്റെ ചില വശങ്ങൾ മാറുകയാണ്. അത് ചില ഷോപ്പുകളിൽ നിന്നുൾപ്പെടെ വാങ്ങാൻ കഴിയുന്നു. കുട്ടികൾ ഉൾപ്പെടെ ഒരുപക്ഷെ പുതിയ ഒരു തലമുറ അതിലേക്ക് അടിമപ്പെട്ടു പോകാം. ഏറ്റവും വലിയ അപകടം അതാണ്. ആ അപകടം തിരിച്ചറിഞ്ഞ് ഈ നാടാകെ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് വലിയ പ്രതിഷേധം. യഥാർത്ഥത്തിൽ ഞാനിപ്പോഴും പറയുന്നത്, ഞങ്ങളൊക്കെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. ഞങ്ങൾ കാണാത്ത പുതിയൊരു ജനറേഷൻ ഞങ്ങളോടൊപ്പം ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയാണ്. ആ വരുന്നതിൻ്റെ കാരണം എന്താണ്? ഇന്ന് ഈ എടുക്കുന്ന അല്ലെങ്കിൽ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിനകത്ത് വരുന്ന അപകടവശങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടൊരു സമൂഹം മുന്നോട്ട് വരികയാണ്. നിങ്ങൾ നോക്കൂ, ഇതിൽ ഒരു സ്വകാര്യവൽക്കരണ നയം പൂർണ്ണമായും മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയാണ്, ഞങ്ങൾ സ്വകാര്യവൽക്കരണം അതിൻ്റെ ഭാഗമായി കൂടിയല്ലേ ഇത് എന്ന് കാണേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ബെക്കാഡി എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് 2023 ഘട്ടത്തിൽ ഇവർ ഈ പറഞ്ഞ സർക്കാരുമായി സമീപിക്കുകയാണ്. ആ സർക്കാരുമായി സമീപിക്കുമ്പോൾ സർക്കാർ പൂർണ്ണമായും അവരെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. ഒരു കാരണവശാലും ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കാൻ തയ്യാറല്ല, ഒരിക്കലും ആ നിലയിലേക്ക് പോകാൻ തയ്യാറല്ല എന്ന് മാറ്റി നിർത്തുകയാണ്. ആ മാറ്റി നിർത്തിയ കൂട്ടർ പിന്നെ എന്തായിരിക്കും ചെയ്തിട്ടുള്ളത്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. നിങ്ങൾ നോക്കൂ, അവർ പിന്നീട് ചെയ്തിട്ടുള്ളത് 100% ഉറപ്പാണ്. ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയാൽ ഇത്തരം ബെക്കാഡി പോലെയുള്ള ഏറ്റവും ഉയർന്ന കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന കമ്പനിക്ക് ഉൾപ്പെടെ, അതൊരു ചെറിയ കമ്പനിയല്ല, അതിവിടെ മാത്രമല്ല, പക്ഷേ തൊട്ടടുത്ത് കർണാടകയിൽ ഉൾപ്പെടെ ഉണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് ഇതേ നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇത്തരം ആളുകൾക്ക് ഇവിടെ കാലുകുത്താൻ ഇടമുണ്ടാകുന്നില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് 100% ഉറപ്പാണ് ആ ഘട്ടത്തിൽ തന്നെ അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ നേതാവായിരുന്ന ശ്രീ സതീശനുമായിട്ട് ബന്ധം പുലർത്തിയിട്ടുണ്ടാകും. അന്ന് കൊടുത്ത വാക്കും അന്ന് വാങ്ങിയ കാശിനും പിന്നീട് അതിന് അവർക്ക് സഹകരണം ഉറപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഞാനിതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ ഇടതുപക്ഷവും ഇതിൻ്റെ ഭാഗമായി ഉയർത്തിപ്പിടിക്കുന്നത്. ഇതിലൂടെ ഈ പറഞ്ഞ 120 ആക്കുന്ന അല്ലെങ്കിൽ 120% കുറയ്ക്കപ്പെടുമ്പോൾ വലിയ കുറവുണ്ടാവുകയാണ്. നമ്മളിതിൽ കാണേണ്ടത്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞതിൽ കൂടി കാണാൻ വേണ്ടി കഴിയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ പുതിയ തലമുറയെ കുടിപ്പിച്ച് കിടത്താനല്ലേ പ്രധാനമായും. ഈ കുടിപ്പിച്ച് കിടത്തുന്നതിലൂടെ അവരെ തലച്ചോറിനെ തളർത്തുകയല്ലേ. ആ തലച്ചോറിനെ തളർത്തുമ്പോൾ അവർക്ക് പ്രതികരിക്കാനുള്ള കഴിവില്ലാതായി പോകും. സ്വാഭാവികം. പുതിയൊരു തലമുറ പ്രതികരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ യൂത്താണല്ലോ എപ്പോഴും മാറ്റത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത്. ആ യൂത്ത് പ്രതികരിക്കാത്ത ആ സാഹചര്യത്തിലേക്ക് പോയാൽ പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഈ സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് കേരളത്തെ കീഴടക്കാം. ആ കീഴടക്കി കഴിഞ്ഞാൽ പ്രതികരിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടാകില്ല. ഇങ്ങനെ കടന്നു വരുന്ന സ്വകാര്യ മേഖലകളെ ആകമാനം സതീശൻ 10 ദിവസം വീട്ടിലിരുന്ന് ഓഫീസിലിരുന്ന് പാവപ്പെട്ട ആളുകൾ പോലും കടന്നു വരുമ്പോൾ അവർക്ക് പോലും കാഴ്ചയ്ക്ക് സമയം കൊടുക്കാതെ 10 ദിവസം ഒരിടത്തിരുന്നാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയത്. അദ്ദേഹം ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്, അദ്ദേഹം വീട്ടിലിരുന്നത് ഇത്തരം ആളുകളെ ഫോണിലൂടെ ബന്ധപ്പെടാനും നേരിട്ട് കാണാനും അവരെ കണ്ട് ഡീൽ ഉറപ്പിക്കാനുമായിരുന്നു.